ഇന്ന് ഞാൻ നല്ല ഉഗ്രനൊരു താമരക്കുളം കാണിച്ചു തരാം. താമരക്കുളം മാത്രമല്ല, അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് വന്നതാണ്. ഇന്ന് മകീരമാണ്, നാളെ തിരുവാതിരയാണ്. അപ്പോൾ ഇവിടെ താമര കണ്ടോ എന്തുമാത്രം. ഈ കുളം മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര താമരകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. കുളിക്കുന്ന കുളം തന്നെയാണ്, അമ്പലക്കുളമാണ്. ബാക്കി കാണൂ കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് മകീരമാണ് കേട്ടോ. നാളെയാണ് തിരുവാതിര. തിരുവാതിരയും ഉണ്ട്, ഇന്നും ഉണ്ട് തിരുവാതിര. വൈകുന്നേരമൊക്കെ തിരുവാതിര തന്നെയാണ്. പക്ഷേ ആർദ്ര ദർശനം നാളെ രാവിലെയാണ്. ഇന്ന് രാവിലെ ഇല്ല, രാവിലെ മകീരമാണ്. അപ്പം മകീരം നോറ്റ് കഴിഞ്ഞാൽ മക്കൾക്ക് നന്നല്ലേ പറയാ. അപ്പം ഇനിയിപ്പോൾ ഞാൻ നോൽക്കാണ്ട് എൻ്റെ മക്കൾക്ക് നന്നാവാണ്ടിരിക്കണ്ടല്ലേ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇത് സൂര്യച്ചിറ, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സൂര്യച്ചിറ മരുതറോഡ് സൂര്യച്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ശിവപാർവതി ക്ഷേത്രമാണ്. കാരണം എല്ലാ ഇതിലും ശിവക്ഷേത്രങ്ങളിൽ ശിവനെ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ എന്നിട്ട് ഓവിന്റെ അതുവരെ വന്നിട്ട് പകുതി എന്താണ് പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ചു പോവുക, അങ്ങനെയല്ലേ ചെയ്യാം. ശിവനും പാർവതി ഉണ്ട് എന്നുള്ള സങ്കല്പം. ഇവിടെ അങ്ങനെയല്ല, പാർവതി കൂടി ഉണ്ട്. പിന്നില് പാർവതി, മുമ്പില് ശിവനും ആയിട്ടുള്ള ഇതാണ് പ്രതിഷ്ഠ തന്നെ ഇവിടെ അങ്ങനെയാണ്. അപ്പം ഒരുപാട് പഴയത് ഈ പാടങ്ങളുടെ നടുവില് ഇതുണ്ട്. താമരക്കുളം കണ്ട എൻ്റെ പിന്നിൽ കണ്ടോ, ഇത് നിറയെ താമര അറിയോ. താമര പറിക്കണതും ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട്. നിറച്ച് താമര, അത് നല്ല ഭംഗിയുള്ള താമര. അത്ര ഭംഗിയുള്ള കുളം ഉണ്ട് ഒക്കെ അമ്പലത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ എന്താണ് നാളെ ഇനിയിപ്പോൾ രാവിലെ എനിക്കൊരു യാത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് വന്ന് ഈ അമ്പലത്തിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ പറ്റില്ല. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണ് താമരക്കുളമൊക്കെ നല്ല ഭംഗിയില്ലേ? കാണിച്ചു തരാം കേട്ടോ, നേരെ കാണിച്ചു തരാം. പിന്നെ തിരുവാതിരയെ പറ്റിയിട്ടൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാൻ വെറുതെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്പലം കാണിക്കാൻ പറ്റില്ല, അമ്പലത്തിൻ്റെ ഉള്ളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും പുറമൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും കാണണേ. എന്തറിയോ, ആരും കാണില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഉള്ള മൂടൊക്കെ പോണേ. അപ്പം എന്താ ഈ കാണിക്കാനുള്ള വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും അധികം ഒന്നും ഇടാത്തത്. എന്താണ് എത്ര വീഡിയോസ് ഉണ്ട് എൻ്റെ ഇതിൽ പോയി നോക്കിയാൽ കാണാം, ചാനലിൽ പോയിട്ട്. പക്ഷെ അതിലൊക്കെ കണ്ടില്ലേ വ്യൂസ് എത്ര കമ്മിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ എന്താ അപ്പോൾ കാണിച്ചിട്ട് ആർക്കും കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇതിനൊക്കെ എടുക്കാനൊക്കെ എന്തിനാ നിൽക്കണതെന്ന് ഇങ്ങനെ അങ്ങനെ തോന്നും. അതാണ് ആകെ ഒരു മൂഡ് ഓഫാണ്. അപ്പം എന്തായാലും അമ്പലമല്ലേ, അപ്പം ഇതൊന്ന് കാണൂ കേട്ടോ. അപ്പോൾ ഹാപ്പി തിരുവാതിര എല്ലാവർക്കും. ഇത് ശരിക്കും ഒരു ഗ്രാമമാണ് കേട്ടോ, നല്ലൊരു ഗ്രാമം. പാലക്കാട് ടൗണിൻ്റെ ഇത്രയും തൊട്ട് കിടക്കുന്ന ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം വരും. ഇവിടുന്ന് കഞ്ചിക്കോട് പോണ വഴിക്ക് മരുത റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടി ലിങ്ക് ഇടാം കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഓണസമയത്ത് പോയതാണ്. അടുത്താണ്, പക്ഷെ അങ്ങോട്ട് പോകാറില്ല. നമ്മൾ അടുത്തുള്ള ഭഗവാനെ കണ്ടാൽ മതിയല്ലോ, അങ്ങനെ അത് വിചാരിച്ചിട്ട്. പിന്നെ ഞാനെപ്പോഴും യാത്രയിലും ആയിരിക്കുമല്ലോ, അത് കാരണം. അപ്പോൾ ഈ ഒരു ഹൈവേ എന്നുണ്ടല്ലോ, ഒന്നും കൂടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്രദേശം ഉണ്ട് എന്നുള്ളത്. അവിടുത്തെ ആൾക്കാരും അതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ എന്താണ് ചോദിച്ചതാ, എന്താ ഇത് ഇവിടേക്ക് തന്നെയാണോ അതോ പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണോ. കേട്ടോ, എനിക്കൊരു പൂ തന്നു. പൂവ് കുട്ടികൾക്ക് ചോദിച്ചതാ, അപ്പം നമുക്കും കിട്ടി ഓരോന്ന്. ഇവിടേക്കാണോ? പാവമാണ്. അപ്പോൾ ചോദിക്കുന്നതൊന്നും ഉത്തരം തരുന്നില്ല കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് അവർക്ക് പാവം ചെവി കേൾക്കില്ലേ. നമ്മുടെ അടുത്തെത്തിയിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മളെന്താ പറയണമെന്ന്. ചെവി കേൾക്കാത്ത മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അവരാണ് ഇവിടെ, ഈ കുട്ടിയാണ് ഇവിടെ എല്ലാം ഇത് പൂവെല്ലാം അറുത്ത് കൊടുക്കണ ആൾ. ടയറിലിരുന്നിട്ട് നല്ലൊരു സ്റ്റൈലല്ലേ അല്ലേ. മുമ്പൊക്കെ ഈ എന്താണ് ഒട്ടകം അല്ലേ, വലിയ പാത്രമില്ലേ, അതിലിരുന്നിട്ടാണ് അത്ര ഇത് പൂ പറിക്കാൻ പോവുക. പക്ഷേ ഇപ്പോൾ ഇത് നല്ല ടയറും ഒക്കെ വെച്ച് കണ്ടില്ലേ. പക്ഷെ എന്തൊരു നിറയെ ആൾക്കാർ കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പാർവതിയും ശിവനും ഒന്നിച്ചാണ് പ്രതിഷ്ഠ. വിഷ്ണു ഉണ്ട്, പിന്നെ എന്താണ് സർപ്പങ്ങൾ, അങ്ങനെ ബാക്കിയുള്ള ഉപദേവങ്ങളെല്ലാവരും ഉണ്ട്. വിഷ്ണുവിൻ്റെ സെയിം ഒരു കുഞ്ഞമ്പലം, നല്ലൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വഴിപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് കുംഭാഭിഷേകം നടക്കാൻ പോകണേ ഉള്ളൂ 2025 ഈ കൊല്ലം ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ പുതിയതായിട്ടുള്ള എല്ലാം നല്ല ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ടാണ് അത്ര ഇതില്ലാത്തത് കേട്ടോ, രസമില്ലാത്തത്. അവിടുന്ന് കേട്ടോ എന്തൊരു ഭംഗിയാറിയോ. ശരിക്കും നമ്മൾ മെയിൻ ഇത് കൂടെ ഹൈവേ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, കോയമ്പത്തൂർ പാലക്കാട് ആ ഹൈവേ ഇല്ലേ, അത് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ദൂരത്ത് ഈ അമ്പലം കാണാം. ഇത് രസാറിയോ കാണാൻ ഉണ്ടാവുക. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് നോക്കിയത്. അടുത്ത് തന്നെയാണ്, പക്ഷേ എന്നാലും അങ്ങനെ നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ അങ്ങനെ. അപ്പോൾ
ഇത് കണ്ടപ്പോൾ പിന്നെയാണ് എന്തൊരു രസം അറിയോ, പിന്നെ കൂടെ വണ്ടിയിൽ വരാം, പിന്നിലത്തെ ഇത് കൂടെ മുമ്പ് കൂടെ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ നമ്മൾക്ക് പാടത്ത് കൂടെ നടന്നു വരാം, കുറച്ച് ദൂരം നടക്കണം കേട്ടോ. മറ്റേ പിന്നെ കൂടെ ശരിക്കും വണ്ടിയിൽ വരികയും ചെയ്യാം. അങ്ങനെ നല്ല ഇതാ കൊയ്ത്തും ഇതൊക്കെ ഉള്ള നല്ല പാടങ്ങളാണ് അവിടെയൊക്കെ. പ്രൈവറ്റ് കേട്ടോ ആൾക്കാർ അവിടെ ഇതൊക്കെ, അതുകൊണ്ട് തന്നെ തെങ്ങുകളും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അവരുടെ പാടങ്ങളാണ് കേട്ടോ. ഇതാണ് അമ്പലം കേട്ടോ. ഇത് രസാലിയേ, നല്ല അത് ദൂരത്തുനിന്ന് ഇങ്ങനെ കാണണം, എന്താ ഒരു ഭംഗി അറിയാം. അപ്പോൾ നാളെ തിരുവാതിരയാണ്, ശിവൻ്റെ അല്ലെ പിറന്നാളാണെന്ന് പറയും. പിന്നെ എന്താണ് ശിവൻ കാളകൂടവശം കഴിച്ചിട്ട് പാർവതി പാർവതി ദേവി ഉണ്ടല്ലോ കഴുത്തിൽ പിടിച്ച് ഇരുന്നതാണ്, ഉറക്കമൊഴിച്ചിരുന്നതാണ് എന്ന് പറയും. അതുകൊണ്ട് ഉറക്കമൊഴിക്കണം എന്ന് പറയും അല്ലേ. ഇത് കണ്ട കാന്താരിമുളക് നിറച്ചുണ്ട്, അരിമുളക്, ഇവിടെ അരിമുളക് എന്ന് പറയും കേട്ടോ ഞങ്ങൾ. അപ്പം അങ്ങനെ ചെറിയ കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തേട്ട് ഓർമ്മ വയ്ക്കുന്നതിൻ്റെ മുമ്പേ തന്നെ അമ്മ ഞങ്ങളെ കൊണ്ടൊക്കെ ഇതിൻ്റെ നോമ്പെടുപ്പിക്കും, തിരുവാതിര നോമ്പൊക്കെ എടുപ്പിക്കും അങ്ങനെ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ അതൊന്നും കാണുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ എന്തിനാ വെറുതെ പട്ടിണി ഇരുന്ന് അല്ലേ, എന്താ വേണ്ട വെച്ചാൽ കഴിച്ചോട്ടെ, പക്ഷേ നമ്മുടെ ഉള്ളിൽ നന്നായാൽ മതി അല്ലേ. അതുകൊണ്ട് ഞാൻ എനിക്ക് വന്നതിലൊന്നും ഞാൻ സങ്കടപ്പെടണമെന്നില്ല, ഞാൻ ഓക്കെയാണ്. അതുകൊണ്ടാണ് ചിലർ ദൈവത്തിനോടൊക്കെ ദേഷ്യപ്പെടില്ലേ, എന്തിനു ദേഷ്യപ്പെടണം, എനിക്ക് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അല്ലേ, അത് വന്നു അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടങ്ങളൊന്നുമില്ല. അതാ കണ്ട തിരിച്ചു പോവുകയാണ്, നോക്കിയ പാടം, ഇങ്ങനെ പാടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് റോഡ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ വന്ന് നോക്കൂട്ടോ, നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആ സ്ഥലം. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് അമ്പലം കാണണം അല്ലേ, അപ്പോഴല്ലേ നമുക്കൊരു ശാന്തി വരുള്ളൂ. ഒരുപാട് തിരക്കുള്ളടത്ത് വന്നിട്ട് എന്താ കാര്യം അല്ലേ. അപ്പം എന്നാ ശരി കേട്ടോ, കഴിഞ്ഞു, ടാറ്റാ.